ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് നോമ്പൊക്കെ തുറക്കാൻ നേരത്ത് കുടിക്കുന്ന തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന നല്ല അടിപൊളി തരിക്കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് മൂക്കണം. ഇതും ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് നമുക്ക് ആ ഒരു രീതിയിലാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിനി ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്കമുന്തിരിയാണ്. അതും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ല ബോൾ പരുവാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ഉണക്കമുന്തിരി നല്ലതുപോലെ ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ നമ്മുടെ റവയാണ്. ഞാനിവിടെ 2 പാക്കറ്റ് പാലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് 1/2 കപ്പ്. ഒരു പാക്കറ്റ് പാലാണെങ്കിൽ 1/4 കപ്പ് റവ ചേർത്താൽ മതിയേ. ഇനി നമുക്ക് ഈ റവ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നമ്മൾ ഓൾറെഡി വറുത്ത റവ തന്നെയായിരിക്കും, എന്നാലും ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യത്തിനുള്ള ചെറുജീരകവും ഏലക്കയും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവേ. അതിനുശേഷം അടികട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ക്യാരമലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ 1 ലിറ്റർ വെള്ളവും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ക്യാരമലിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ട പിടിക്കും. അത് കുഴപ്പമില്ല. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ കട്ട അങ്ങ് വിട്ടോളും കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കട്ടയായിരുന്ന ക്യാരമലായിരുന്ന പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന റവയുടെ മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറേ നേരം ഇട്ട് കുറുക്കി എടുക്കണ്ട. ഒരു ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളിത് തീ ഓഫ് ചെയ്ത് കഴിയുമ്പം തന്നെ ഇത് കുറുകും, കുറച്ചധികം കുറുകും. അതുകൊണ്ട് തന്നെ വലിയധികം കുറുക്കി വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാവുന്ന സമയമാകുമ്പോഴത്തേനും നല്ല കട്ട പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം കുറുകാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയുടെ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരം നോക്കണം. എനിക്ക് ഇത്തിരി മധുരം കുറവുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യുമായിരുന്നേ. അപ്പം നല്ല അടിപൊളി തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പം ഇത് നല്ലതുപോലെ കുറുകി പാകത്തിന് വന്നോളും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.